വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള സവോളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആദ്യം 1/4 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം മൂത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്ത സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ തിൻ സ്ലൈസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടും. മുട്ട ആദ്യമേ തന്നെ നമ്മൾ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറിയിൽ ചേർക്കാനുള്ള ടൊമാറ്റോ പ്യൂരിക്ക് വേണ്ടി 2 മീഡിയം സൈസ് ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മളിത് ടൊമാറ്റോ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ അതാത് ഓർഡറിൽ ചെറിയ നമുക്ക് ചേർത്ത് പോകും. അപ്പോൾ മറന്നൊന്നും പോകാൻ ചാൻസ് വരില്ല. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനും കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് അല്പം ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റ് നമുക്ക് അടുത്തത് ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറാണ്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലക്കൂട്ടൊക്കെ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മുടെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് നല്ല വഴറ്റി പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം. സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കവർ ചെയ്ത് ലിഡൊന്ന് മാറ്റി നോക്കാം. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം കുറച്ച് സമയം കൂടെ സ്ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. നമ്മുടെ ഈ മിക്സിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂണോളം അധികം പുളിയില്ലാത്ത നല്ല തൈരാണ്. തൈരും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ഗ്രേവി
ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചൂടാക്കിയ വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. തിളച്ച വെള്ളമോ നന്നായി ചൂടായ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പോളം നന്നായി ചൂടായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ. ഇത് ഏകദേശം ഒരു 5-6 മുട്ടയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഗ്രേവിയാണ്. ഞാൻ കുറച്ച് ഗ്രേവി കൂടുതലാക്കി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മീഡിയം സൈസിൽ കുറച്ചുകൂടെ വലുതായിട്ടുള്ള 2 സവോളയായിരുന്നു. നന്നായി ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കൊരല്പം ക്രഷ് ചെയ്ത കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും കൂടി ഇതിലിട്ട് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്ന മല്ലിയിലയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേവി ഈ ഒരു രീതിയിലാണ്. നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെസിപ്പിയാണിത്.